ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ നിങ്ങളേവരും ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബാങ്കിങ് പരമായിട്ടുള്ള കാര്യവും അല്ലെങ്കിൽ കോർപ്പറേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ ബാങ്കിൽ ഒരു ഉദ്യോഗം കിട്ടിയാലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും വിവിധ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇൻഫർമേഷൻ ടെക്നോളജി പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം നിങ്ങൾക്ക് വേണം. അതുകൊണ്ടായിരിക്കും PSC IT ഒരു 10 മാർക്കിന് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് IT സെക്ഷൻസ് അല്ലെങ്കിൽ സൈബർ ക്രൈംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില മുൻവർഷ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് പരിശീലിച്ച് തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കണം. യാതൊരു കൺഫ്യൂഷനും വരാൻ പാടില്ല. ഈവൻ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് PSC നിങ്ങളെ കുഴപ്പിച്ചാലും ഒരു മാർക്ക് പോലും നമ്മൾ വിട്ടുകൊടുക്കരുത്. എല്ലാ മാർക്കും നമ്മൾ നേടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. What does section 66A of the IT Act 2000 address? IT Act 2000 പ്രകാരം സെക്ഷൻ 66A എന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ് എക്സെട്ര. ഓപ്ഷൻ ബി ഹാക്കിംഗ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ്. ഓപ്ഷൻ സി പബ്ലിഷിംഗ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിയൽ. ഓപ്ഷൻ ഡി ഐഡന്റിറ്റി തെഫ്റ്റ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇതിന്റെ ആൻസർ ആർക്കും ആശയക്കുഴപ്പം വരാൻ സാധ്യതയില്ല. IT സെക്ഷൻസ് പഠിച്ച എല്ലാവരും നിഷ്പ്രയാസം തന്നെ എഴുതും കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസ്. അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉപയോഗിച്ച് ഒഫൻസീവായിട്ടുള്ള അപകീർത്തിപരമായിട്ടുള്ള മെസ്സേജസ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 66A പ്രകാരം കുറ്റകൃത്യമായിരുന്നു. എന്നാൽ 2015 സെക്ഷൻ 66A സുപ്രീം കോടതി എന്ത് ചെയ്തു? സ്ട്രക്ക് ഡൗൺ ചെയ്തു, തൽക്കാലത്തേക്ക് ടെർമിനേറ്റ് ചെയ്തു കേട്ടോ. അതാണ് ഇവിടെ ഒരു നോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 66A was struck down by the Supreme Court of India in 2015. പരീക്ഷയ്ക്ക് ചോദിക്കുന്നപ്പോൾ ഏത് വർഷമാണ് സെക്ഷൻ 66A സുപ്രീം കോടതി നിർത്തലാക്കിയത് എന്ന് ചോദിച്ചാൽ പറയുക 2015 എന്ന് പറയുക. അപ്പൊ സെക്ഷൻ 66A എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, എന്തായിരുന്നു. കാരണം നിലവിൽ അങ്ങനത്തെ ഒരു സെക്ഷൻ ഇല്ല കേട്ടോ. അത് സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യം, അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് IT Act 2000 ക്യാൻ എ പേഴ്സൺ ബി പണിഷ്ഡ് ഫോർ സൈബർ ടെററിസം? അല്ലെങ്കിൽ സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, നമ്മുടെ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ IT Act 2000 പ്രകാരം ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 66B, ഓപ്ഷൻ ബി 66E, ഓപ്ഷൻ സി സെക്ഷൻ 66F, ഓപ്ഷൻ ഡി സെക്ഷൻ 67C. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 66F ആണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെയും ഈ കമ്പ്യൂട്ടറിന്റെയും ഒക്കെ സഹായത്തോടു കൂടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സെക്ഷൻ 66F പ്രകാരം ആജീവനാന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാം. ആജീവനാന്തം. സൈബർ ടെററിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇത്ര വർഷത്തേക്ക് എന്നുള്ളതല്ല, ലൈഫ് ലോങ് അല്ലെങ്കിൽ ആജീവനാന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാം എന്നുള്ള വസ്തുത മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. വിച്ച് സെക്ഷൻ ഓഫ് IT Act 2000 ഡീൽസ് വിത്ത് പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ്? ഒരാളുടെ ഐഡന്റിറ്റി എടുത്ത് അയാളെന്നുള്ള വ്യാജേന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ്, പാസ്വേഡുകൾ, യൂസർ ID പാസ്വേഡുകൾ, അപ്പൊ ഇങ്ങനെ ഐഡന്റിറ്റി തെഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഏത് സെക്ഷൻ പ്രകാരം അത് IT Act 2000 കുറ്റകരമാകുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ സെക്ഷൻ 66C ആണോ, ഓപ്ഷൻ ബി സെക്ഷൻ 66A, ഓപ്ഷൻ സി സെക്ഷൻ 67B, ഓപ്ഷൻ ഡി സെക്ഷൻ 66D. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 66C ആണ് കേട്ടോ. സെക്ഷൻ 66C ആണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. വിച്ച് സെക്ഷൻ ഓഫ് ദ IT Act 2000 ഡീൽസ് വിത്ത് പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് ചോദിച്ചാൽ പറയുക സെക്ഷൻ 66C ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ചെല്ലാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ സൈബർ ക്രൈം? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ എന്താണ് സൈബർ ക്രൈമായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. സൈബർ ക്രൈം
ഓപ്ഷൻ എ ഫിസിക്കൽ തെഫ്റ്റ് ഓഫ് എ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ബി അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം, ഓപ്ഷൻ സി ഓവർലോക്കിംഗ് എ കമ്പ്യൂട്ടർ പ്രോസസർ, ഓപ്ഷൻ ഡി ഇൻസ്റ്റാളിംഗ് എ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ഓൺ എ കമ്പ്യൂട്ടർ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിനെ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാളുടെ അനുമതി ഇല്ലാതെ ആ കമ്പ്യൂട്ടർ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂസറിന്റെ അനുമതി ഇല്ലാതെ അതിക്രമിച്ച് കയറി അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിനകത്തുള്ള ഡാറ്റകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാറ്റകളെ മാൽ ഫംഗ്ഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താണ്, അതൊരു സൈബർ ക്രൈം ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഒരു കമ്പ്യൂട്ടറിനെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ തെഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ജനറൽ തെഫ്റ്റ് മാത്രമാണ്. അത് സൈബർ കുറ്റകൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അത് ഒരു വസ്തു എന്ത് ചെയ്തു, മോഷ്ടിച്ചു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശിക്ഷകളായിരിക്കും എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അത് സൈബർ ക്രൈമിന്റെ പരിധിയിൽ പെടുത്താവുന്ന ഒരു കാര്യമല്ല കേട്ടോ. പക്ഷേ അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം, ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ കയറി ഡാറ്റാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു സൈബർ ക്രൈം ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ IT ആക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 2000-ലാണ് എസ്റ്റാബ്ലിഷ് ആയത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരു 1990-കളിലൊക്കെയാണ് ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റൊക്കെ കൂടുതൽ പോപ്പുലർ ആവാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു 1995-ന് ശേഷമൊക്കെ ആയിരിക്കും കൂടുതൽ ഇന്റർനെറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിവൈസസ് ഒക്കെ ഇന്ത്യയിൽ ഉപയോഗിച്ച് തുടങ്ങിയത്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇടയിൽ അവർ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അന്ന് മുതൽക്ക് എന്ത് സംഭവിച്ചു തുടങ്ങി, ഇത്തരത്തിലുള്ള ക്രൈംസ്, സൈബർ ക്രൈംസ്, ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, IT ആക്ട് 2000 എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സൈബർ ക്രൈം ഇൻവോൾവ്സ് the use of malicious software to block access to a computer system until a sum of money is paid? കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. വിച്ച് സൈബർ ക്രൈം ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് മാലിഷ്യസ് സോഫ്റ്റ്വെയർ ടു ബ്ലോക്ക് ആക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം അണ്ടിൽ എ സം ഓഫ് മണി ഈസ് പെയ്ഡ്. അതായത് ഒരു പൈസ അടയ്ക്കുന്നത് വരെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്യിക്കുന്നു ചില സോഫ്റ്റ്വെയറുകൾ. അപ്പൊ ഇത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ബ്ലോക്കഡ് ആയി കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള സൈബർ ക്രൈം ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്പൈവെയർ, ഓപ്ഷൻ ബി ഫിഷിംഗ്, ഓപ്ഷൻ സി റാൻസം വെയർ, ഓപ്ഷൻ ഡി ഡിനയൽ ഓഫ് സർവീസ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റാൻസം വെയർ ആണ് കേട്ടോ. ഓപ്ഷൻ സി റാൻസം വെയർ ആണ്. അപ്പോൾ the cyber crime involves the use of malicious software to block access to a computer system until a sum of money is paid. അപ്പോൾ ഇത്തരം സൈബർ ക്രൈംസ് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സൈബർ ക്രൈം ആണ് എന്ന് ചോദിച്ചാൽ പറയുക റാൻസം വെയർ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. റാൻസം വെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സൈബർ ക്രൈംസ് ഇൻവോൾവ്സ് ട്രിക്കിംഗ് individuals into revealing personal information or installing malicious software through social interactions? അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വഴി നമ്മുടെ സിസ്റ്റത്തിനകത്ത് മാലിഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കടത്തി വിടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏത് തരത്തിലുള്ള സൈബർ ക്രൈം ആണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അതായത് ഒരു പേഴ്സൺ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഹാക്ക് ചെയ്തെടുക്കുവാനായിട്ട് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ വിവിധ തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് പറയുന്നു? ഓപ്ഷൻ എ സൈബർ ബുള്ളിയിങ്, ഓപ്ഷൻ ബി സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഓപ്ഷൻ സി സ്പാമിങ്, ഓപ്ഷൻ ഡി സ്നിപ്പിംഗ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഒന്ന് എന്താണ്? സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ വിവിധ സമയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് കുറേ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്നും ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പോവാതിരിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അത് പിന്നീട് എന്തെങ്കിലും ഒരു ട്രാപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ലോസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മണി ലോസിലേക്കോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്തേക്കാം, കൊണ്ട് എത്തിച്ചേക്കാം. നമ്മളിപ്പോൾ വെബ്സൈറ്റ് തുറന്നിട്ട് ജസ്റ്റ് ഓൺലൈൻ ജോബ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചവറ് പോലെ കുറേ കാര്യങ്ങൾ വന്നു വീഴും. ഇത് ഒരു എത്രയാ, ഒരു 95% ഫേക്ക് ആണ്. ജെന്യൂൻ ആയിട്ട് വർക്ക് തരുന്ന ഒരു 5% വെബ്സൈറ്റ്സേ ഉള്ളൂ. അതിനകത്തൊക്കെ ജോലി കിട്ടാനും വലിയ പാടാണ്, ജോലി ചെയ്ത് കാശുണ്ടാക്കാനും പാടാണ്. നല്ലവണ്ണം പണി അറിയാവുന്നവർക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ എന്താണ്, എല്ലാവർക്കും ജോലി ചെയ്യാം, ഇഷ്ടംപോലെ വരുമാനം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ചാടി വീഴും. അവർ തരുന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യും, അവർ ചോദിക്കുന്ന പൈസയൊക്കെ പേ ചെയ്യും. പക്ഷേ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് പൈസയും കാണത്തില്ല, വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്റ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സോ ഇത്തരം കാര്യങ്ങളിലൊന്നും ആരും ചെന്ന് ചാടാതിരിക്കുക കേട്ടോ. ഇതെല്ലാം സൈബർ ക്രൈമിന്റെ പരിധിയിൽ വരുന്ന സംഭവങ്ങളാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ IT ആക്ട് 2000? IT ആക്ട് 2000 എത്ര ഷെഡ്യൂൾസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. IT ആക്ട് 2000 പ്രകാരം ഓപ്ഷൻ എ 3 ഷെഡ്യൂൾസ് ആണോ, ഓപ്ഷൻ ബി 4 ആണോ, ഓപ്ഷൻ സി 6 ആണോ, ഓപ്ഷൻ ഡി 2 ആണോ? എത്ര ഷെഡ്യൂൾസ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 4 ആണ്. 4 ഷെഡ്യൂൾസ് ആണ് IT ആക്ട് 2000 പ്രകാരം ഉള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഇവിടെ കുറച്ച് ഷെഡ്യൂൾസ്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT ആക്ട് 2000 പ്രകാരം 4 ഷെഡ്യൂൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 4 ഷെഡ്യൂളും എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വസ്തുതയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഷെഡ്യൂൾ 1 നോക്കിക്കേ. ഷെഡ്യൂൾ 1, ലിസ്റ്റ് ദ ഡോക്യുമെന്റ്സ് ഓർ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ പ്രിവ്യൂ ഓഫ് IT ആക്ട് 2000. എക്സാമ്പിൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, പവർ ഓഫ് അറ്റോർണി, ട്രസ്റ്റ് ഡീഡ്സ്, വിൽസ് എക്സെട്ര കേട്ടോ. അപ്പോൾ ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ദ ഡോക്യുമെന്റ്സ് ഓർ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ പർവ്യൂ ഓഫ് ദ IT ആക്ട് 2000. അതായത് IT ആക്ട് 2000 ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് റിലേറ്റഡ് സർട്ടിഫിക്കറ്റ്സ്. അതായത് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രൊസീജിയേഴ്സിനെ സ്പെസിഫൈ ചെയ്യുന്നു. അതാണ് ഷെഡ്യൂൾ 2 എന്ത് ചെയ്തിരിക്കുന്നത്, പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ സ്പെസിഫൈസ് ദ പ്രൊസീജിയർ ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ്. ദെൻ ഷെഡ്യൂൾ 3 പ്രൊവൈഡ്സ് ദ ഫോർമാറ്റ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ്. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഷെഡ്യൂൾ 3 പ്രകാരമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ ഒക്കെ ഈ പണ്ടത്തെ പോലെ വില്ലേജ് ഓഫീസിലോ അങ്ങനത്തെ ഓഫീസുകളൊന്നും അങ്ങനെ കയറി ഇറങ്ങാറില്ല. നമ്മളൊക്കെ അക്ഷയ സെന്ററിൽ പോയി പല സർട്ടിഫിക്കറ്റുകളും അപ്ലൈ ചെയ്യും. തിരിച്ച് ഓഫീസർമാർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ടാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റുകളും കാര്യങ്ങളും ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 3 എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്, നമ്മുടെ IT ആക്ട് 2000 ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത്. ദെൻ ഷെഡ്യൂൾ 4 ലിസ്റ്റ് ദ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ടു ബി ഫോളോഡ്. അപ്പോൾ എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ അത്തരം പ്രാക്ടീസസ് ഒക്കെയാണോ ഉള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഷെഡ്യൂൾ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, major amendments to IT Act 2000 was introduced in the form of IT Act 2008 which came into effect on. അതായത് നമ്മൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതായത് IT ആക്ട് 2000 എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് ഇതിനെ ഭേദഗതി ചെയ്തത് 2008 കേട്ടോ. 2008 ഇതിനെ ഭേദഗതി ചെയ്തു. പക്ഷേ ആ ഭേദഗതി ചെയ്ത നിയമം നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 01 ജൂൺ 2008, 27 ഒക്ടോബർ 2009, 27 ഒക്ടോബർ 2008, 3 ജൂലൈ 2009. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 27 ഒക്ടോബർ 2009. അതായത് 2008 IT ആക്ട് 2000 ഭേദഗതി ചെയ്തു. പക്ഷേ ഈ നിയമം നിലവിൽ വന്നത് എന്ന് മുതലാണ് എന്ന് ചോദിച്ചാൽ പറയുക 27-ാം തീയതി. 2009 ഒക്ടോബർ മാസം 27-ാം തീയതിയാണ്. 2009 ഒക്ടോബർ മാസം 27-ാം തീയതിയാണ്. ആ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അതായത് നമുക്ക് കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാം വരികയാണ്. ഒക്ടോബർ 23-ാം തീയതിയാണ് പരീക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ JCI പരീക്ഷ സെപ്റ്റംബർ 5-ാം തീയതി കഴിഞ്ഞ് പോകും. അപ്പോൾ അതിനായിട്ടൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒക്ടോബർ 23-ാം തീയതിയുള്ള പരീക്ഷയും നിഷ്പ്രയാസം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. 45 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സാണ്. അപ്പോൾ ഒന്നാമതെത്താൻ ഇന്ന് മുതലേ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക. 45 ദിവസം കൊണ്ട് നമുക്ക് കോർ ഫാക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ച് നമുക്ക് പഠിക്കാം, പരിശീലിക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which IT Act in India focuses on data privacy and information technology? കേട്ടോ. അപ്പോൾ ഡേറ്റ പ്രൈവസി അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന IT ആക്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1914 തന്നെ. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് നിങ്ങൾ നോക്കണ്ട. ഓപ്ഷൻ ബി IT ആക്ട് 2000, ഓപ്ഷൻ സി ഇന്ത്യൻ പീനൽ കോഡ്, ഓപ്ഷൻ ഡി IT ആക്ട് 2008. IT ആക്ട് 2008 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ഭേദഗതിയാണ് അല്ലേ, ഭേദഗതി ചെയ്ത നിയമമാണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി IT അമെൻമെന്റ് ആക്ട് 2008 കേട്ടോ. IT ആക്ട് 2008 ആണ്
ഡാറ്റ പ്രൈവസിയും ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പണിഷ്മെന്റ് ഫോർ ഹാക്കിംഗ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്? ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശിക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് തടവ് ശിക്ഷയാണ് കേട്ടോ. അപ്പോൾ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനെ അൺഓത്തറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്ത് അതിനകത്തുള്ള ഡാറ്റകളെല്ലാം അടിച്ചുമാറ്റിയെടുക്കുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ഡാറ്റകളെ മാൽ ഫംഗ്ഷൻ ആക്കുക, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ഹാക്കർമാരുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 3 year imprisonment or 10 lakh rupees penalty or both. B, life imprisonment. C, 3 year imprisonment or 5 lakh rupees penalty or both. D, 3 year imprisonment or 2 lakh rupees penalty or both. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 year imprisonment or 5 lakh rupees penalty കേട്ടോ. 3 വർഷത്തെ തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയുമാണ് കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് ആർ ദ സെക്ഷൻസ് ഓഫ് IT ആക്ട് ആപ്ലിക്കബിൾ ഫോർ സൈബർ പോണോഗ്രഫി? സൈബർ പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന IT ആക്ട് അല്ലെങ്കിൽ ആ സൈബർ പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്ഷൻസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഒരു ചെറിയൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് ഇങ്ങനെ നോക്കുമ്പോൾ. നിങ്ങൾ ആൻസർ തെറ്റിച്ച് കളയരുത്. ഓപ്ഷൻ എ 66, 66A, 66D. ഓപ്ഷൻ ബി 67, 67A, 67B. ഓപ്ഷൻ സി 67, 67C, 67D. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 67, 67A, 67B. ഇതെല്ലാം ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ചൈൽഡ് പോണോഗ്രഫി പോലുള്ള കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഈ സെക്ഷൻസ് പ്രകാരം ഇതെല്ലാം കുറ്റകരമാകുന്നു എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വിച്ച് ആർ ദ സെക്ഷൻസ് ഓഫ് IT ആക്ട് ആപ്ലിക്കബിൾ ഫോർ സൈബർ പോണോഗ്രഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 67, സെക്ഷൻ 67A, സെക്ഷൻ 67B എന്നെന്ത് ചെയ്യുക, ഉത്തരത്തിൽ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സൈബർ ക്രൈമും സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. മാതൃകാ ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ITക്ക് 10 മാർക്ക് ആരും കളയരുത് കേട്ടോ. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഇരുന്ന് പഠിക്കുക കേട്ടോ. കാരണം ഇൻഫർമേഷൻ ടെക്നോളജിയിലെ അറിവ് എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമല്ല. നിങ്ങളെല്ലാവരും ഭാവിയിൽ ബാങ്ക് ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർമാരൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും വർക്ക് ചെയ്യാൻ പോകുന്നത് എന്തായാലും കമ്പ്യൂട്ടറിൽ തന്നെയാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് അനുബന്ധപ്പെട്ട് കിടക്കുന്ന സാങ്കേതിക വിദ്യയിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ PSC സിലബസിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇത് നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.